എനിക്ക് അതുപോലെ ഓർമ്മയുണ്ട് അന്ന് അശ്വരോടന്റെ കാര്യങ്ങൾ ഓർമ്മ എന്ന് പറയാം. അത് സൈജു കുറുപ്പിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ആദ്യമായിട്ട് മയൂകം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ത്രൂ ഔട്ട് റോള് കിട്ടിയ ഒരു സിനിമയാണ്. ഇന്ന് എവിടെയോ എത്തി. ആ ഒരു ജേണി എങ്ങനെ കാണുന്നു സൈജു കുറുപ്പിന്റെ? സൈജു ഒരു നല്ല ബന്ധമായിരുന്നു. അപ്പം പിന്നെ സൈജു നല്ലൊരു കഥാപാത്രമാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ എന്ന് വെച്ച് കഴിഞ്ഞാലേ ജയരാജിന്റെ സഹോദരൻ ഞങ്ങൾ കൂടിയിട്ട് പിന്നെ ആ സമയത്ത് ഈ കോട്ടയത്തൊക്കെ ഇടയ്ക്ക് ഇരിക്കുകയും വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ സൈജുനെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു സംഭവം. അങ്ങനെ സൈജു നല്ല രീതിയിൽ ചെയ്യുകയും കാര്യങ്ങളും. പക്ഷെ എനിക്കൊരു ചെറിയ സംഭവം എന്ന് വെച്ചാൽ സൈജുവിന്റെ താടി വെച്ച രൂപ ഉണ്ടല്ലോ, അതായത് എനിക്ക് വേണമെന്ന് വിചാരിച്ചു ആ രൂപ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പിന്നെ ഇങ്ങനെയാണ് വന്നത്. പക്ഷെ നല്ല ജോളിയായിരുന്നു. കാരണം കാണുന്നു അദ്ദേഹത്തിന്റെ ഒരു വേറെ ലെവലിൽ പോയി. പക്ഷെ എനിക്ക് ഭയങ്കര അല്ല, നിങ്ങൾ പറഞ്ഞില്ലേ എനിക്കൊരു സിനിമ ചെയ്യുന്ന സൈജുവിനെ വെച്ച് ചെയ്യാൻ എനിക്കിഷ്ടമാണ് ചെയ്യാൻ. നല്ലൊരു ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുന്നത്? ഒന്നും ചെയ്തില്ല. ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. വിളിക്കാറുണ്ട്, ബന്ധമുണ്ട്. ഇല്ല, അങ്ങനെ കാണുമ്പോൾ അങ്ങനെയുള്ള ബന്ധം അല്ലാണ്ട് കൂടുതൽ അങ്ങനെ അടുത്ത ഇടപഴകോ കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു സൈഡിൽ മാറി പാനൂര് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് നല്ല കഴിവുള്ളതാണ്. അന്നേ മനസ്സിലായിരുന്നു, അന്നേ സംഭവം മനസ്സിലായി എനിക്ക്. കാരണം വെച്ചാല് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ തുടക്കക്കാലല്ലേ. അപ്പൊ ഞാന് സത്യത്തില് അന്ന് പ്രായം കൊണ്ട് ഇവരൊക്കെ ഇതാണെങ്കിലും പക്ഷെ ഞാനൊരു സീനിയർ പോലെയായിരുന്നു ജയരാജാറായിട്ടുള്ള വന്നു. അപ്പോ പിന്നെ എല്ലാത്തിനും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കാര്യങ്ങളും സംഭവമൊക്കെ മുൻകൂട്ടി നമ്മൾ പറഞ്ഞു കൊടുക്കും. ഒരുപാട് തമാശകളൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ. അതൊക്കെ ഇപ്പം നല്ല രസമുള്ളായിരുന്നു. കാരണം അന്ന് വേറെയും ഈ ഫോർ ദ പീപ്പിളിലൊക്കെ അഭിനയിച്ച ഒരുപാട് അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പത്മപ്രിയ ഉണ്ട്, പിന്നെ സായി കുമാർ, ജഗന്നാഥ് വർമ്മ, ശ്രീജിത്ത് രവി, അങ്ങനെ കുറെ പേരുണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ ഉണ്ടായിരുന്നു. ശ്രീജിത്ത് രവിന്റെ വോയിസ് ഉപയോഗിച്ചു. പിന്നെ അതേപോലെ തന്നെ ടി ജി രവിയേട്ടൻ അഭിനയിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ട് അവസ്ഥയിലുള്ളത് എന്ന് പറഞ്ഞത്, ഒന്ന് ഡബ് ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് രവിയായിട്ടാണ്, ഒന്ന് ഇദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ രുദ്രാപ്പ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോ ഇപ്പോ നമുക്കറിയാം സിനിമകൾ പഴയ പോലെയല്ല. പണ്ട് നമുക്ക് ഒരു സിനിമ ഇറങ്ങി കുറച്ച് ദിവസം തിയേറ്ററിൽ ആളില്ലെങ്കിൽ പിന്നീട് അഭിപ്രായം വന്നാൽ പിന്നീട് സെക്കൻഡ് വീക്ക് കയറുന്ന കാണാം. ഇന്ന് പക്ഷെ ഫസ്റ്റ് ഡേ കയറിയില്ലെങ്കിൽ സെക്കൻഡ് ഡേ അത്രയധികം സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ടെൻഷൻ എങ്ങനെയാണുള്ളത്? ഇപ്പൊ പണ്ടത്തെ ഒരു ടെൻഷനും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്നത് വലിയ സിനിമകൾ തിയേറ്റർ ഓടുന്നു, ചെറിയ സിനിമകൾ ഓടുന്നുണ്ട്. പക്ഷെ വലിയ സിനിമകൾക്ക് കൂടുതൽ സ്ക്രീൻസ് കിട്ടുന്നു, ആളുകൾ വലിയ സിനിമകൾ കാണാൻ പോകുന്നു. അങ്ങനെ ഒരു സംഭവത്തിലോട്ട് ഇപ്പൊ വരികയാണല്ലോ. കൂടുതൽ OTT-യിലേക്ക് ചെറിയ സിനിമകൾ പോകുന്നു. കാരണം എന്താ വെച്ചാല് ഇതില് സത്യത്തിൽ വന്നു കഴിഞ്ഞാല് എൻ്റെ മനസ്സും ശരീരവും എൻ്റെ അധ്വാനമാണ് ഇതിലുള്ളത്. അത് ഞാൻ ഈ സിനിമ പിന്നെ ഏകദേശം നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇട്ട് കാണിച്ചിട്ട് അവരെല്ലാവരും നല്ല ഒപ്പീനിയൻ, ആ ഒപ്പീനിയൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. നിർമ്മാണത്തിലുണ്ട് ഒരു ഭാഗമാണ് അല്ലെ? നിർമ്മാണം മൊത്തം ഞാൻ തന്നെ. നിർമ്മാതാവേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രോസസ്. അപ്പോൾ പിന്നെ എൻ്റെ ഒരു മൊത്തത്തിലുള്ള അധ്വാനമാണ് ഈ സംഭവങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അധ്വാനം ഇതിലുണ്ട്. അപ്പം പിന്നെ ഒന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് തൃപ്തിയായി. ഇനി ഇതെങ്ങനെ വർക്കൗട്ട് ആവുന്നുള്ളതാണ്. അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നാണ് നോക്കാം. നമുക്ക് ഇങ്ങനെ തിയേറ്ററുകളിൽ ഇടുന്നുണ്ട്, കാണാൻ അതിന്റെ ഒരു ഭാഗമായി ആരും മോശം പറഞ്ഞില്ല കേട്ടോ. ഇത് നമ്മളെ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ആരും അത്ര ഇത് പറഞ്ഞില്ല. കാരണം ഈ സൗത്ത് ഇന്ത്യൻ ഉണ്ടല്ലോ, പുള്ളി അന്നേരം തന്നെ OTT കച്ചവടാക്കി. പുള്ളി OTT കച്ചവടാക്കി. പിന്നെ തമിഴിലേക്കും കന്നഡയിലേക്കും ഒക്കെ പുള്ളി പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ പുള്ളിക്കാരൻ വളരെ എഫേർട്ട് എടുത്ത് ഞാനത് തിയേറ്ററിൽ എത്തിക്കാന്നും പറഞ്ഞു. എനിക്ക് അത്ര റിസ്ക് ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കോൺഫിഡൻസ് ആണ്. പ്രേക്ഷകരുടെ കയ്യിലാണ്. അത്ര തന്നെ ഉള്ളൂ. ഓഡിയൻസിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഒരു സിനിമ എടുക്കുന്നത്. അപ്പോൾ മറ്റൊന്നും രീതിയില്ല. നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടിത്തറയുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നല്ലേ. ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ പ്രേക്ഷകരെന്ത് ചെയ്യണം? ഞങ്ങളെ സ്വീകരിക്കണം, ഞങ്ങളുടെ കഥ സ്വീകരിക്കണം, ഞങ്ങളുടെ ചലച്ചിത്രം സ്വീകരിക്കണം, ഞങ്ങളുടെ എല്ലാവിധമായ എന്താ പറയുക പിന്നെ കഴിവുകളെയും ഒന്ന് അംഗീകരിക്കണം. അങ്ങനെയൊക്കെ ആയാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സിനിമകൾക്കുള്ള പ്രോത്സാഹനം കൂടി അടുത്ത സിനിമകൾ നമുക്കിങ്ങനെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് വലിയ സിനിമകൾ ക്യാൻവാസുകൾ സിനിമ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയൊക്കെയുള്ള സിനിമകളും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ ഈ പറഞ്ഞില്ലേ ഒരു പ്രോസസ്സിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മളെ അകമഴിഞ്ഞ്
സ്നേഹിച്ച് പ്രോത്സാഹിപ്പിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഓക്കെ താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം.